Chapter 4 The D and F block elements. ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ടോപ്പിക്സ് ഡി ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റി, പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്, പിന്നെ പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്, പിന്നെ പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 3 to 12 ആണ്. പീരിയോഡിക് ടേബിളിലെ 3 to 12 എലമെന്റ്സിനെയാണ് നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി ഡി ബ്ലോക്ക് എലമെന്റ്സിനെ നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് കൂടെ പറയാറുണ്ട്. ട്രാൻസിഷൻ എലമെന്റ്സ് ഈ 3 to 12 ഉള്ളതിനെ എന്തുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ their last electron enters in d orbital. അവർ അവസാനത്തെ ഇലക്ട്രോൺ ഡി ഓർബിറ്റലിലാണ് എൻ്റർ ചെയ്യുക. അതും പെനൾട്ടിമേറ്റ് ഷെല്ലിൽ. ഓക്കെ, പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3D ഫോറസ് ക്യൂണിറ്റ്. അപ്പോൾ ഇത് അവസാനത്തെ ഷെല്ല്, അതിന്റെ തൊട്ട് പിന്നിലുള്ള ഷെല്ലിനാണ് നമ്മൾ പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറയാം. ഇപ്പോൾ എഫും കൂടി ഉണ്ടെങ്കിൽ അത് ആന്റി പെനൾട്ടിമേറ്റ് ഷെൽ, ഇതും കഴിഞ്ഞു പോകും. ഓക്കെ, ഇപ്പോഴത്തേക്കാവും അതിനാണ് ആന്റി പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറയാം. ഇതിപ്പോൾ പെനൾട്ടിമേറ്റ് ഷെല്ലാണ് ഫിൽ ചെയ്യുക, അതിനാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി ഇതിന്റെ ജനറൽ ആയിട്ടുള്ള കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും? 4s2. അതിപ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് എഴുതുമ്പോൾ NS1 to 2. പിന്നെ ഇതിനെ നമ്മൾ ജനറൽ ആയിട്ട് എങ്ങനെ എഴുതും? 4 ഒന്ന് കുറയ്ക്കണം. അപ്പോൾ N-1 D 1 to 10. ഇതാണ് ഇതിന്റെ ജനറൽ കോൺഫിഗറേഷൻ. ഓക്കെ, ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് എലമെന്റ്സ് അറിഞ്ഞിരിക്കണം. നമ്മുടെ ട്രാൻസിഷൻ എലമെന്റ്സ് 4 ആയിട്ടാണ് തരംതിരിച്ചേക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3D സീരീസ്, 4D സീരീസ്, 5D സീരീസ് ആൻഡ് 6D സീരീസ്. ഈ 3D സീരീസ് ആണ് ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ്. അത് തുടങ്ങുന്നത് സ്കാൻഡിയം തൊട്ട് സിങ്ക് വരെയാണ്. ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് 3D സീരീസ്. 3D സീരീസിൽ വരുന്ന എലമെന്റ് നമ്മൾ കാണാൻ പഠിക്കണം, എന്നിട്ട് വേണമെങ്കിൽ പാഠം തുടങ്ങാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. സ്കാൻഡിയം ആറ്റമിക് നമ്പർ 21, പിന്നെ ടൈറ്റാനിയം ആറ്റമിക് നമ്പർ 22, വെനേഡിയം ആറ്റമിക് നമ്പർ 23, പിന്നെ ക്രോമിയം ആറ്റമിക് നമ്പർ 24, പിന്നെ മാഗ്നീസ് ആറ്റമിക് നമ്പർ 25, പിന്നെ അയൺ നമ്മുടെ Fe ആണ് ആറ്റമിക് നമ്പർ 26, പിന്നെ കൊബാൾട്ട് ആറ്റമിക് നമ്പർ 27, പിന്നെ നിക്കൽ ആറ്റമിക് നമ്പർ 28, പിന്നെ കോപ്പർ ആറ്റമിക് നമ്പർ 29, പിന്നെ സിങ്ക് ആറ്റമിക് നമ്പർ 30. ഈ 10 നിർബന്ധമായിട്ട് പഠിക്കണം. ഓക്കെ, ഡി ബ്ലോക്ക് എലമെന്റ്സിൽ തന്നെ 10 മേജർ ആയിട്ടുള്ള സാധനങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ് പഠിക്കാം. ആദ്യത്തെ പ്രോപ്പർട്ടി മെറ്റാലിക് ക്യാരക്ടർ ആണ്. നമുക്ക് ടോട്ടൽ 11 പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. നമ്മളത് റീസൺ, എഫക്ട്, എക്സാമ്പിൾ എന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പം ഓർത്തിക്കാൻ പറ്റും. മെറ്റാലിക് ക്യാരക്ടറിന് റീസൺ പറയുന്നത് ലോ അയണൈസേഷൻ എനർജി. ഓക്കെ, ഇനി അതിന്റെ എഫക്റ്റ് ആയിട്ട് വരുന്നത് ഈ മെറ്റാലിക് ക്യാരക്ടർ കാരണം ഡി ബ്ലോക്ക് എലമെന്റ്സ് ഗുഡ് കണ്ടക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. കറന്റിനെ കടത്തിവിടും നല്ല രീതിയിൽ. ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്, മെറ്റൽസ് ഹീറ്റ് കടത്തിവിടും. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയും കടത്തിവിടും. ആൻഡ് ഇലക്ട്രിസിറ്റി അതിന് കാരണം മൊബിലിറ്റി ഓഫ് വാലൻസ് ഇലക്ട്രോൺ ആണ്. ഇതിന് കാരണം മൊബിലിറ്റി ഓഫ് വാലൻസ് ഇലക്ട്രോൺ. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഇതിന് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ടാവും. ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം എമൗണ്ട് ഓഫ് സ്ട്രെസ് എ മെറ്റീരിയൽ ക്യാൻ വിത്ത്സ്റ്റാൻഡ് വിത്തൗട്ട് ബ്രേക്കിംഗ്. ഒരു മെറ്റീരിയലിന് എന്തോരം സ്ട്രെസ് താങ്ങാൻ പറ്റും, ആ മാക്സിമം എമൗണ്ട് ഓഫ് സ്ട്രെസ്സിനാണ് നമ്മൾ ടെൻസൈൽ സ്ട്രെങ്ത് പറയാം. അതുപോലെ തന്നെ ഡക്റ്റിലിറ്റി ഉണ്ടാവും. ഡക്റ്റിലിറ്റി എന്നോട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ സ്വർണ്ണം ഡക്റ്റൈൽ എന്ന് പറയും. അതിന് കാരണം സ്വർണ്ണം നമ്മൾ അടിച്ചടിച്ച് എത്ര വേണമെങ്കിലും അതിന്റെ വലിപ്പം കൂട്ടാൻ പറ്റും. ഡക്റ്റിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ മാലിബിലിറ്റി ഉണ്ട്. മാലിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റൽസ് നല്ല രീതിയിൽ കംപ്രസ് ചെയ്ത് മെറ്റൽ പൊട്ടിക്കാണ്ട് തന്നെ എന്തോരം തിൻ ഷീറ്റ് ആയിട്ട് പ്രസ് ചെയ്യാൻ പറ്റണോ ആ കംപ്രസിബിലിറ്റിനെ നമ്മൾ മാലിയബിലിറ്റി എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ ലസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈനി അപ്പിയറൻസ്. ഈ മെറ്റൽസ് ഒക്കെ തിളങ്ങി നിൽക്കില്ല, സർഫസിനെ ലൈറ്റ് എന്തോരം റിഫ്ലക്ട് ചെയ്യാൻ പറ്റും, അതിനാണ് നമ്മൾ ലസ്റ്റർ എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ഇൻക്രീസ് ആവുമ്പോൾ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ഹാർഡ്നെസ്സും ഇൻക്രീസ് ആവും. ഓക്കെ, അൺപെയർഡ് ഇലക്ട്രോൺ കൂടുന്നതും ഈ മെറ്റലിന്റെ ഹാർഡ്നെസ്സും കൂടും. ഇനി ഇതിന് എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ ടങ്സ്റ്റൺ അതിന്റെ ഫോർമുല W ആണ്. ഇതിനാണ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. പിന്നെ അതുപോലെ തന്നെ ക്രോമിയം മെറ്റാലിക് ക്യാരക്ടറിന്റെ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ലോ മെറ്റാലിക് ക്യാരക്ടറിന്റെ എക്സാമ്പിൾ ആണ് സെഡൻ. അതുപോലെ തന്നെ കാഡ്മിയം, മെർക്കുറി, Hg. ഓക്കെ, ലോ മെറ്റാലിക് ക്യാരക്ടറിന്റെ എക്സാമ്പിൾ ആണ് ഈ സിങ്ക്, കാഡ്മിയം, മെർക്കുറി. നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സിങ്ക്, കാഡ്മിയം, മെർക്കുറി. ഓക്കെ, ഇത് പക്ഷേ ഇവയൊന്നും ട്രാൻസിഷൻ മെറ്റൽസ് അല്ല. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ്. അതിന് കാരണം നേരത്തെ പറഞ്ഞു, ഒരു ഡി ബ്ലോക്ക് എലമെന്റ്സിൽ പറഞ്ഞാൽ ലാസ്റ്റ് ഇലക്ട്രോൺ ഡി ഓർബിറ്റലിലായിരിക്കണം, പെനൾട്ടിമേറ്റ് ഷെല്ലിലായിരിക്കണം. അവനെയാണ് നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് പറയാം. പാർഷ്യലി ഫിൽഡ് ആയിരിക്കണം. പക്ഷേ ഈ സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സിൽ ഇവയ്ക്ക് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഇല്ല. എന്നാലോ ഡി ബ്ലോക്ക് എലമെന്റ്സിലുള്ള ആ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി ഇവറ്റാണ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് പറയാം. സ്യൂഡോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാൽ ഡി ബ്ലോക്ക് എലമെന്റ് അല്ല, എന്നാലോ അതിന്റെ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. അതിനാണ് സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ്. അതിന്റെ എക്സാമ്പിൾ പഠിക്കണം സിങ്ക്, കാഡ്മിയം, മെർക്കുറി. ഇനി അടുത്തത് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റിന് റീസൺ ആയിട്ട് വരുന്നത് സ്ട്രോങ് മെറ്റാലിക് ബോണ്ട്. അതിനർത്ഥം നമ്മൾ നേരത്തെ മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നതോറും മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടും. ഓക്കെ, അപ്പോൾ അതിന്റെ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡി ബ്ലോക്ക് എലമെന്റ്സ് 3 to 12 വരെയാണ്. ഓക്കെ, അതിൽ 3 to 6 വരെ ഈ മെറ്റാലിക് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. അപ് ടു ഗ്രൂപ്പ് 6. ഓക്കെ, ഇൻക്രീസ് ചെയ്യും. അത് കഴിഞ്ഞ് 6 to 12 ഡിക്രീസ് ചെയ്യും ഈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ഇനി എക്സാമ്പിൾ നേരത്തെ പറഞ്ഞത് ഞാൻ ടങ്സ്റ്റൺ, അതാണ് ഏറ്റവും മെൽറ്റിംഗ് പോയിന്റ്. അതിന് കാരണം അതിന് മെറ്റാലിക് ക്യാരക്ടർ നല്ലോണം ഉണ്ട്. അതുപോലെ തന്നെ ക്രോമിയം അതിനുള്ള എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ സിങ്ക്, കാഡ്മിയം, മെർക്കുറിക്കാണ് ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്, കാരണം അതിന് ലോ മെറ്റാലിക് ക്യാരക്ടേഴ്സ് ആണുള്ളത്. ഓക്കെ, ഇനി അയണൈസേഷൻ എൻതാൽപിക്ക് കാരണം ഇൻക്രീസ്ഡ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇന്നർ ഡി ഓർബിറ്റൽസ് ഫിൽ ആവും. ഓക്കെ, അത് എന്ത് കാരണവും അയണൈസേഷൻ എൻതാൽപി ഇൻക്രീസ് ചെയ്യാൻ കാരണവും. ഇനി എഫക്ട്, ഈ അയണൈസേഷൻ എൻതാൽപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ആൻ ഐസൊലേറ്റഡ് ആറ്റമിക് ഗ്യാസ് ഫേസ്. അതായത് ഗ്യാസ് ഫേസിലുള്ള ഐസൊലേറ്റഡ് ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യാനുള്ള എനർജിയാണ് എന്ന് പറയാം അയണൈസേഷൻ എൻതാൽപി എന്ന് പറയാം. ഇതിന് പ്രത്യേകം എഫക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്കിന്റെ അയണൈസേഷൻ എൻതാൽപി കൂടുതലാണ്. അത് കാരണം അതിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ അതായത് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ അയണൈസേഷൻ എൻതാൽപി കൂടുതലായിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് സിങ്ക്. ഓക്കെ, നോട്ട്സ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഓക്കെ, അടുത്തത് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, നാലാമത്തെ പ്രോപ്പർട്ടിയാണ്. ട്രാൻസിഷൻ എലമെന്റ്സ് എപ്പോഴും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആണ് കാണിക്കുക. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്
അതിന് റീസൺ ആയിട്ട് വരുന്നത് നമ്മൾ നേരത്തെ എക്സാമ്പിൾ എഴുതിയപ്പോൾ 3d8 4s2 2 നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തുമ്പോൾ ഈ ട്രാൻസിഷൻ എലമെന്റിന്റെ 4s2 ന്റെ കൂടെ ഈ പെനൾട്ടിമേറ്റ് ഷെല്ലിലുള്ള ഡി ഓർബിറ്റൽസും റിയാക്ഷനിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് ഇതിനെ വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ദേ ഷോ വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡ്യൂ ടു പാർട്ടിസിപ്പേഷൻ ഓഫ് n-1 എന്ന് പറഞ്ഞാൽ ഈ ഓർബിറ്റൽ ഓക്കെ n-1 d ഇലക്ട്രോൺസ് ഇൻ അഡീഷൻ ടു ns ഇലക്ട്രോൺ. ഈ ns ഇലക്ട്രോൺസിന്റെ കൂടെ n-1 ഇലക്ട്രോൺസും കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നതാണ് എന്ത് സംഭവിക്കുന്നത് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. ഇനി എഫക്റ്റീവ് നമുക്ക് പറയാനുള്ളത് ഈ ഡി എലമെന്റ്സ് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ സ്കാൻഡിയം ഒഴിച്ച് ബാക്കി എല്ലാത്തിനും കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആണ്. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ മാഗ്നീസ് ആണ്. മാഗ്നീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇതിനാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളത്. ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓക്കെ മാഗ്നീസ് ആണുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാം. അപ്പോൾ മാഗ്നീസ് ആണ് ഏറ്റവും കൂടുതൽ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. സോ +2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് മാഗ്നീസ് ആണ്. അത് കാരണം പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ആണ്. അൺപെയർഡ് ഇലക്ട്രോൺസ് കൂടുന്നതോറും ഓക്സിഡേഷൻ സ്റ്റേറ്റ് വേരിയബിൾ ആയിക്കൊണ്ടിരിക്കും. ഈ മാഗ്നീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് +2 തൊട്ട് +7 വരെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് മാഗ്നീസ് ആണ്. ഇനി ആറ്റമിക് ആൻഡ് അയോണിക് റേഡിയൈ. ആറ്റമിക് ആൻഡ് അയോണിക് റേഡിയൈക്ക് കാരണം ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ് ആണ്. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ആവുന്നതാണ് ആറ്റമിക് ആൻഡ് അയോണിക് റേഡിയൈ ഇൻക്രീസ് ആവുന്നത്. ഇനി അത് എങ്ങനെയാണ് ഇൻക്രീസ് ആവുന്നത് വെച്ച് കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിളിൽ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും ഇൻക്രീസ് ഇൻ ആറ്റമിക് നമ്പർ പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റമിക് നമ്പർ കൂടും. അതുകൊണ്ട് ആറ്റമിക് ആൻഡ് അയോണിക് റേഡിയൈ കുറയും. ഓക്കെ, ആറ്റമിക് നമ്പർ കൂടുമ്പോൾ സംഭവിക്കുക ഇപ്പോൾ ഇതാണ് ജനറൽ സ്ട്രക്ചർ. ആറ്റമിക് നമ്പർ കൂടുന്നതോറും ഈ ന്യൂക്ലിയസിലേക്ക് അട്രാക്ട് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന്റെ റേഡിയസ് ഡിക്രീസ് ആവും. അതാണ് ഇവിടെ റീസൺ ആയിട്ട് പറയുന്നത്. ഇതിന്റെ എഫക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയസ് അട്രാക്ട്സ് ദ ഇലക്ട്രോൺ മോർ സ്ട്രോങ്ലി ആൻഡ് ദ ആറ്റമിക് റേഡിയൈ ഡിക്രീസസ്. ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും ഇലക്ട്രോൺസ് ഒരേ ഷെല്ലിൽ തന്നെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആഡ് ചെയ്യുന്നതോറും ഇതിന്റെ അട്രാക്ഷൻ കൂടി വരും. അപ്പോൾ എന്ത് സംഭവിക്കും? ആറ്റമിക് ആൻഡ് അയോണിക് റേഡിയൈ ഡിക്രീസ് ചെയ്യും. അതിന് ഫോർത്ത് നല്ലതായിരിക്കും. അതായത് നമുക്ക് ആറ്റമിക് റേഡിയൈ പറ്റിയാണ് പറയുന്നത്. ആറ്റമിക് റേഡിയൈ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു സ്കാൻഡിയം, വെനേഡിയം, ടൈറ്റാനിയം അങ്ങനെ പറഞ്ഞ് മാഗ്നീസ് പോകും. മാഗ്നീസ് കഴിഞ്ഞ് കോപ്പർ, കോബാൾട്ട്, നിക്കൽ അങ്ങനെ സിംഗിൾ പോകും. ഇതിൽ നമ്മൾ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞു ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ എന്താവും സൈസ് റേഡിയസ് ഡിക്രീസ് ആയി വരും. അത് നമുക്ക് ഗ്രാഫായിട്ട് വരുമ്പോൾ ഇങ്ങനെ കുറഞ്ഞ് മാഗ്നീസ് ഒക്കെ വരെ കുറഞ്ഞു വരും. പക്ഷേ അത് കഴിഞ്ഞ് അങ്ങോട്ട് ഈ കോപ്പറും സിങ്കൊക്കെ ആകുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ഈ ഗ്രാഫിൽ ചെറിയ വേരിയേഷൻ ഉള്ളൂ, ഇങ്ങനെ താഴ്ന്നു പോലെ ചെറിയ വേരിയേഷൻ ഉള്ളൂ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിങ് എഫക്റ്റ് ആണ്. സ്ക്രീനിങ് എഫക്റ്റ് ഇത് ചോദിച്ചാൽ പക്ഷേ മനസ്സിലാക്കണം. ഈ ഗ്രാഫ് ഇങ്ങനെ താഴോട്ടല്ല പോകുന്നത് ഒരു ആവറേജ് ലെവലിൽ നേരെയാണ് പോകുന്നത്. കാരണം സ്ക്രീനിങ് എഫക്റ്റ് ആണ്. ഓക്കെ, ഇനി പറയാനുള്ളത് കാറ്റലിറ്റിക് പ്രോപ്പർട്ടിയാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി. അതിന് കാരണം ലാർജ് സർഫസ് ഏരിയ ആണ്. ഈ പറയുന്ന ഡി ബ്ലോക്ക് എലമെന്റ്സിന് ലാർജ് സർഫസ് ഏരിയ ഉണ്ട്. ലാർജ് സർഫസ് ഏരിയ ആൻഡ് എബിലിറ്റി ടു ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റും ഇതിന് കാരണമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ എഫക്റ്റ് ആയിട്ട് ഇല്ലാതൊന്നും പറയില്ല. പക്ഷേ ഈ എക്സാമ്പിളുകൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എക്സാമ്പിളുകൾ വരുന്നത് V2O5 നമ്മൾ ഉപയോഗിക്കുന്ന വഴിയാണ് കോൺടാക്ട് പ്രോസസ്സിലാണ്. കോൺടാക്ട് പ്രോസസ്. അതുപോലെ തന്നെ നമ്മൾ Fe ഉപയോഗിക്കുന്നത് അയൺ ഉപയോഗിക്കുന്നത് അതില്ല ഹേബേഴ്സ് പ്രോസസ് 10 വെച്ചതാണിത്. അതുപോലെ തന്നെ നിക്കൽ, പ്ലാറ്റിനം, പെലേഡിയം നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് ഹൈഡ്രോജനേഷൻ ഓഫ് ഹൈഡ്രോകാർബൺസ്. അത് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഉപയോഗിക്കും ഹൈഡ്രോജനേഷൻ ഓഫ് ഹൈഡ്രോകാർബൺസ്. ഓക്കെ, ഇനി പറയുന്നത് ഫോർമേഷൻ ഓഫ് കളേർഡ് കോമ്പൗണ്ട്സ് ആണ്. നമുക്കറിയാം ഈ ട്രാൻസിഷൻ എലമെന്റ്സ് നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ പറയാൻ കൂടെ കാരണം ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്സ്. അതിന് റീസൺ ആയിട്ട് വരുന്നത് ഡി ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഡി ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്കറിയാം ലോ എനർജി ലെവലിലുള്ള ഡി ഓർബിറ്റൽ ഉണ്ട്, ഹൈ എനർജി ലെവലിലുള്ള ഡി ഓർബിറ്റൽ ഉണ്ട്. അപ്പോൾ ഇതിലുള്ള ഇലക്ട്രോൺസ് ലോ എനർജിയിലുള്ള ഇലക്ട്രോൺസ് ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്യും. ഈ സ്യൂട്ടബിൾ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ ഈ പറയുന്ന ലോ എനർജി ലെവലിലുള്ള ഇലക്ട്രോൺ ഹൈ എനർജി ലെവലിലോട്ട് ചാടും. ഇത് മുമ്പോട്ട് ചാടും. ഇങ്ങനെ ചാടുമ്പോൾ ഒരു ഫ്രീക്വൻസി ഉണ്ടാവുന്നുണ്ട്. ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വിസിബിൾ റീജിയനിലാണ് ഉണ്ടാവുക. വിസിബിൾ റീജിയൻ നമ്മൾ കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്ന റീജിയനിലാണ് ഉണ്ടാവുക. അപ്പോൾ അബ്സോർബ് ചെയ്ത ലൈറ്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പി ബ്ലോക്ക് എലമെന്റ്സ് കളേഴ്സ് കാണിക്കുന്നത്. ഡി ട്രാൻസിഷൻ ഡി എന്ന് പറഞ്ഞാൽ ഒരു ലോ ഓർബിറ്റലിൽ നിന്ന് അടുത്ത ഡിയിലേക്ക് ഹൈ ഓർബിറ്റൽ ഡിയിലേക്ക് ചാടുമ്പോൾ ഒരു കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയുള്ള ലൈറ്റ് റിഫ്ലക്ട് ആവും. ഇതിനെയാണ് നമ്മൾ കളേഴ്സ് ആയിട്ട് കാണുന്നത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്കാൻഡിയം 3+, ടൈറ്റാനിയം 4+, അതുപോലെ തന്നെ Zn2+, ഇവയൊക്കെ കളർലെസ് ആണ്. കളർലെസ്. ഓക്കെ, അതുപോലെ ടൈറ്റാനിയം 3+, പർപ്പിൾ കളർ കാണിക്കും. പർപ്പിൾ. പിന്നെ മാഗ്നീസ് 2+, അത് പിങ്ക് കളർ കാണിക്കും. Fe2+, യെല്ലോ കളർ കാണിക്കും. ഇത് നമുക്ക് കെമിസ്ട്രി ലാബിൽ പോയാൽ കാണാൻ പറ്റും. അതുപോലെ Fe3+, ഗ്രീൻ കളർ കാണിക്കും. ഓക്കെ, വേറെ കാര്യം എന്താണ് ചെയ്യുക? കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് അല്ലെങ്കിൽ ഫിൽ ആവാത്ത ഡി ഓർബിറ്റൽസ് ഒക്കെ എന്ത് കാണിക്കും? കളർലെസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കളർലെസ് ഉദ്ദേശിക്കുന്നത് വൈറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഈ പറയുന്ന ടൈറ്റാനിയം 2+ഉം ടൈറ്റാനിയം 4+നും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ടൈറ്റാനിയം 2+ കളേർഡും ടൈറ്റാനിയം 4+ കളർലെസ്സും ആണ്. ഓക്കെ, അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ടൈറ്റാനിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ അതിൽ 22 ആണ്. 22 പ്ലസ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം കുറയ്ക്കാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 20 ആവും. 20 എന്ന് പറയുമ്പോൾ AR എന്ന് പറഞ്ഞാൽ 18, ആർഗൺ കഴിഞ്ഞാൽ 18, 19, 20 4s2. പിന്നെ 3D ഡി ഓർബിറ്റൽ ഉള്ളപ്പോൾ 4s ഫിൽ ചെയ്യില്ല. അപ്പോൾ 3d2. അപ്പോൾ AR 3d2 എന്ന് പറയുമ്പോൾ കളർ കോമ്പൗണ്ട് കാണിക്കും. അതേസമയം ടൈറ്റാനിയം 4+, അതായത് 4 കുറയും. 4 പറയുമ്പോൾ എന്തായി? ആർഗണിൽ 18. അത് കഴിഞ്ഞാൽ പിന്നെ ഫിൽ ചെയ്യാനുള്ള ഡി ഓർബിറ്റൽ ഫിൽ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ 3d0 വരും. 3d0 എന്ന് പറയുന്നത് എന്താണ്? കളർലെസ് ആണ് അല്ലെങ്കിൽ വൈറ്റ് കളർ കാണിക്കും. ഓക്കെ, അതുപോലെ തന്നെ വേറെ എക്സാമ്പിൾ ഉണ്ട്. അത് ഞാൻ Cu+ഉം Cu2+ എടുത്തു കഴിഞ്ഞാൽ Cu+ കളർലെസ്, അതായത് Cu+ വൈറ്റും ബാക്കി കളറും ആയിരിക്കും. അതിന് കാരണം എന്താ? സിയുടെ കോൺഫിഗറേഷൻ നമുക്കറിയാം. സി എന്ന് പറയുമ്പോൾ 29 ആണ്. അതായത് AR 4s2 3d 9. ഓക്കെ, ഇങ്ങനെ നോക്കുമ്പോൾ SC കറണ്ട് കൊടുക്കും. അപ്പോൾ 10 ഇവിടെ 1 അപ്പോൾ എന്താണ്? ഇത് കളർലെസ് ആയിരിക്കും. അതുപോലെ അതേസമയം 2+ വരുമ്പോൾ രണ്ടെണ്ണം കുറയും. അപ്പോൾ 27 പറയുമ്പോൾ 4s2 3d 7. ഇപ്പോൾ 2 ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ 3d 9 ആവും. 3d 9 എന്ന് പറഞ്ഞാൽ എന്താണ്? കളർ കോമ്പൗണ്ട് കാണിക്കും. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓർ എംപ്റ്റി ഫിൽഡ് ഡി ഓർബിറ്റൽസ് കളേർഡ് കോമ്പൗണ്ട് കാണിക്കില്ല. അതേസമയം കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലാത്ത ഡി ഓർബിറ്റൽസ് കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. ഓക്കെ, അതിന് കാരണം ഡി ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം ഇവിടുന്ന് ലോ ഓർബിറ്റലിൽ നിന്ന് ഹൈ ഓർബിറ്റിലേക്ക് പോകണമെങ്കിൽ തന്നെ എന്തായാലും ഒരു ഡി ഇപ്പോൾ നമ്മൾ 3d എടുത്തു. 3d 0 ആണെങ്കിൽ ഈ ലോ ഡി ഓർബിറ്റലിൽ നിന്ന് ഹൈ ഡി ഓർബിറ്റിലേക്ക് പോകാൻ ഒരു ഇലക്ട്രോൺ ഇല്ല. അതുകൊണ്ട് അവിടെ എന്ത് കാണിക്കില്ല? കളേർഡ് കോമ്പൗണ്ട് കാണിക്കില്ല. ഇനിയിപ്പോൾ 3d 5 എടുത്തു കരുതാം. 3d 5 പറഞ്ഞാൽ സ്റ്റേബിൾ ആയിട്ടുള്ളതാണ്. സ്റ്റേബിൾ ആയിട്ടുള്ളപ്പോൾ ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് അത് ഹൈ റീജിയനിലേക്ക് പോകാൻ സാധ്യതയില്ല. അതിനാണ് 3d 10 സംഭവിക്കുന്നത്. 3d 4 ഒക്കെ ആണെങ്കിൽ സംഭവിക്കും, ഒരു ലൈറ്റ് അബ്സോർബ് ചെയ്യും എന്നിട്ട് ഹൈ ലെവലിലേക്ക് പോകും. ഓക്കെ,
ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് കോമ്പൗണ്ടിന് കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്മോൾ സൈസ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, അതുപോലെ തന്നെ വാക്കന്റ് ഡി ഓർബിറ്റൽ. ഇതിന്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് അറിയിക്കാം, FeCN63. ഇത് ഒരു എക്സാമ്പിൾ ആണ്, പഠിച്ചിരിക്കണ്ട. ഇത് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് കോംപ്ലക്സ് കോമ്പൗണ്ട്സ് ഉണ്ടാകും, അപ്പോൾ അറിയിക്കാം. അടുത്തത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൽ നമുക്ക് 3 തരത്തിലുള്ള മാഗ്നറ്റിസം പഠിക്കണം. ഡയാമാഗ്നറ്റിസം, പാരാമാഗ്നറ്റിസം ആൻഡ് ഫെറോമാഗ്നറ്റിസം. ഡയാമാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ AR3D6 4S1 40. ഓക്കെ, 3D6 വന്നു. അപ്പോൾ ഇതിനെ 3D5 4S1 എന്ന് എഴുതാം. ഇതിനെ നമ്മൾ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഡിയുടെ 5 എണ്ണം വയ്ക്കും, S4ന്റെ S-ന്റെ 2 എണ്ണം വയ്ക്കും. അതിന് നമ്മൾ 5 എണ്ണം ഫിൽ ചെയ്യും, പിന്നെ ഒരെണ്ണം ഫിൽ ചെയ്യും. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്, പെയർഡ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. പെയർഡ് ഇലക്ട്രോൺസ് കൂടുതലുണ്ടെങ്കിൽ ഡ്യൂ ടു മോർ നമ്പർ ഓഫ് പെയർഡ് ഇലക്ട്രോൺസ് they are weakly repelled by applied magnetic field. They are weakly repelled. അങ്ങനെ പറയാൻ ഡയാമാഗ്നറ്റിസം എന്ന് പറയാം. പാരാമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ presence of unpaired electron. ഇങ്ങനത്തെ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടാവില്ല, അൺപെയർഡ് ഇലക്ട്രോൺസ്. ഇത് വീക്ക്ലി അട്രാക്ട് ദ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. പിന്നെ എന്താണ് ഫെറോമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ പാരാമാഗ്നറ്റിസത്തിന്റെ എക്സ്ട്രീം വേർഷൻ ആണ്. അതായത് they get very strongly attracted. ഇത് നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്ന മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറഞ്ഞ പാഠത്തിൽ. അതുകൊണ്ട് ഇവിടെ അതിന് വലിയ പ്രശ്നമില്ല. ഇവിടെ പെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് ഡയാമാഗ്നറ്റിക്സ് ആണ്, അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് പാരാമാഗ്നറ്റിക്സ് ആണ്. കൂടുതൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് ഫെറോമാഗ്നറ്റിക്സ് ആണ്. ഇനി ഈ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷന്റെ പേരാണ് സ്പിൻ ഓൺലി ഫോർമുല. അത് ഇങ്ങനെയാണ്, mu is equal to root of n into n+2. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. മാഗ്നറ്റിക് മൊമെന്റിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർ മാഗ്നറ്റോൺ ആണ്. നമ്മൾ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും BM എന്ന് എഴുതണം. അത് എപ്പോഴും മറക്കുന്നതാണ്. അത് മറക്കാണ്ട് BM എന്ന് എഴുതണം. ഇത് എഴുതണമെങ്കിൽ തന്നെ 1/2 മാർക്ക് കൊടുക്കാറുണ്ട് എക്സാം പേപ്പറിൽ. ഇനി ഫൈൻഡ് മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ദ ഫോളോയിങ്. ഈ ഇക്വേഷൻ വെച്ച് ഇതിന്റെ എങ്ങനെ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ സ്കാൻഡിയം 3+. നമുക്ക് സ്കാൻഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ അറിയാം. ഇതിന് വേണ്ടിയാണ് ഞാൻ ആദ്യമേ 21 തൊട്ട് 30 വരെയുള്ള എല്ലാം പഠിപ്പിച്ചത്. ഈ സ്കാൻഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 ആണ്. 21ൽ നിന്ന് 3 കുറയ്ക്കണം. അതായത് AR4S1 3D0. 21 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 18 ആയിരിക്കും. അപ്പോൾ 4S-ക്കും 3D-ക്കും ഒന്നും ഉണ്ടാവില്ല, AR ഉണ്ടാവുള്ളൂ. അതായത് ഇതിന്റെ കോൺഫിഗറേഷനിൽ ഡീനെ മാത്രം വെച്ച് നോക്കിയാൽ മതി. ഡി 5 എണ്ണം വരും, 5 എണ്ണത്തിൽ ഇടാൻ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒന്നുമില്ലായ്മയാണ് ഈ N എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൽ എന്തോരം പ്രസൻസ് ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെന്നാണ്. ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല, അപ്പോൾ N 0. അതായത് ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ mu is equal to root of 0 into 0+2, അതായത് 0. ഓക്കെ, അടുത്തത് ടൈറ്റാനിയം 2+. ടൈറ്റാനിയത്തിന്റെ നമുക്കറിയാം 22 ആണ്. അപ്പോൾ അതിന് 2 കുറച്ചാൽ 20 ആണ്. അപ്പോൾ AR4S0 3D2. അപ്പോൾ അതിന്റെ കോൺഫിഗറേഷൻ ഡിയുടെ ഓർബിറ്റൽ ഇത് വയ്ക്കുമ്പോൾ 5 എണ്ണത്തിൽ 1 2 N 2 ആയിരിക്കും, കാരണം ഇവിടെ 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ mu is equal to root of 2 into 2+2, അതായത് ഇവിടെ 2 into 2+2. അപ്പോൾ 2 into 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 into 8. root 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കാം. 2.84 ബോർ മാഗ്നറ്റോൺ. ഓക്കെ, 2.84 ബോർ മാഗ്നറ്റോൺ. BM ഇടാം, നമുക്ക് ഇവിടെ 0 ആയാലും BM ഇടാം, അപ്പോൾ മാർക്ക് ചെയ്യാം. ഇനി അയൺ 2+. അയണിന്റെ നമുക്കറിയാം 26 ആണ്. 26 നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 24 എന്ന് പറയുമ്പോൾ AR3D6 ആണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഓർബിറ്റൽ കോൺഫിഗറേഷൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് കിട്ടും 1 2 3 4 5 6. ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് 4 എണ്ണമാണ്. അപ്പോൾ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. അപ്പോൾ mu is equal to root of 4 into 4+2, അതായത് root of 4 into 6, അതായത് √24. √24 എത്രയാ? 4.9 ബോർ മാഗ്നറ്റോൺ. ഓക്കെ, ഇനി ഇതൊന്ന് ചെയ്ത് നോക്കാം. സിംഗിൾ 2+. ഇതിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ ഇടാം. ഓക്കെ, നമുക്ക് അടുത്തത് അലോയ് ഫോർമേഷൻസ് നോക്കാം. അലോയ് ഫോർമേഷൻ നമുക്ക് നേരത്തെ പഠിച്ചോണം. റീസൺ, എഫക്റ്റ്, എക്സാമ്പിൾ എന്ന രീതിയിൽ പഠിക്കാം. റീസൺ, അലോയ് ഫോർമേഷന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു സിമിലർ റേഡിയൈ among d block elements. അതിന്റെ എഫക്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്? they are hard and have high melting point. സിമിലർ റേഡിയൈ ആയതുകൊണ്ട്. ഓക്കെ, പിന്നെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അലോയ് ഫോർമേഷൻ. അലോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെമ്പൊക്കെ ഈ പറയുന്ന അലോയ്ക്ക് എക്സാമ്പിൾ ആണ്. എന്ന് വെച്ചാൽ 2 മെറ്റൽ ഒരുമിച്ച് കൂട്ടിയിട്ട് പുതിയൊരു മെറ്റൽ ഉണ്ടാക്കാം. അതിന്റെ എക്സാമ്പിൾ പഠിക്കണം. ബ്രോൺസ് എന്തിന്റെയൊക്കെയാണ്? Cu-ന്റെയും Z-ന്റെയും പദാർത്ഥമാണ്. ഓക്കെ, Cu + Z എങ്കിൽ ബ്രോൺസ്. അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ അത് ഉണ്ടാക്കിയിരിക്കുന്നത് അയൺ, അതുപോലെ തന്നെ കാർബൺ, നിക്കൽ, പിന്നെ മാഗ്നീസ് ആൻഡ് ക്രോമിയം. ഓക്കെ, ഈ എക്സാമ്പിൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഫോർമേഷൻ ഓഫ് ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ്. ഓക്കെ, അതിന് കാരണം ഇങ്ങനെ പഠിച്ചാൽ മതി. നമ്മൾ ഈ കാർട്ടൂണൊക്കെ ഉണ്ട്. കാർട്ടൂണിൽ CN, അതുപോലെ HB, അങ്ങനത്തെ എല്ലാത്തിനും ഓർമ്മയുള്ളൂ. CnHB, സ്മോളർ ആറ്റംസ് ലൈക്ക് carbon, nitrogen, hydrogen, boron. ഇങ്ങനെയുള്ള സ്മോൾ ആറ്റംസ് ആർ ട്രാപ്ഡ് ഇൻസൈഡ് ക്രിസ്റ്റൽ ലാറ്റിസ് ഓഫ് മെറ്റൽ. എന്ന് വെച്ചാൽ സ്മോൾ ആറ്റംസ് ഈ പറയുന്ന ക്രിസ്റ്റൽ ലാറ്റിസ്, ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ പെടുമ്പോഴാണ്, ട്രാപ്പ് ആകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ് ഫോം ആവുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ they are non stoichiometric. അതുപോലെ തന്നെ they can't be represented by simple formula. ഇതിന് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ Fe3H, Mn4n, അതുപോലെ TiC. ഓക്കെ, ഇത് പഠിച്ചത് എളുപ്പമാണ് പഠിക്കാം. ഓക്കെ, അതുപോലെ തന്നെ VHO56.
ഓക്കെ, ഇതൊക്കെയാണ് എക്സാമ്പിളുകൾ. ഈ പറയുന്ന എലോയ് ഫോർമേഷനും ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട്സും ഇതിന്റെ എക്സാമ്പിളുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്തത് അപ്പോൾ നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കോമൺ പ്രോപ്പർട്ടീസ് പഠിച്ചു. ഇനി വരുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സിലെ രണ്ട് ഇമ്പോർട്ടന്റ് സോൾട്ടുകളുടെ പ്രിപ്പറേഷൻ ആണ്. പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അഥവാ K2Cr2O7. ഇത് പഠിക്കാൻ എളുപ്പമാണ്. K2 എന്താണ് കേട്ടത്? Cr7. ഓക്കെ, ക്രിസ്ത്യാനോ റൊണാൾഡോ. O അതുപോലെ 2. ഓക്കെ, ഇനി പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്തിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത് പഠിക്കണം. ഓക്കെ, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പേരിൽ നിന്ന് നമ്മൾ ക്രോമേറ്റ് ഓറിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുക. ക്രോമേറ്റ് ഓർ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ക്രോമേറ്റ് ഓർ. ക്രോമേറ്റ് ഓറിന്റെ ഫോർമുല അറിഞ്ഞിരുന്ന വളരെ എളുപ്പവും. അത് ജസ്റ്റ് ഇതിന്റെ ഒപ്പം ഈ K2 പകരം F ആക്കുക, FeCr2O4. ഓക്കെ, ഇനി ഇത് ഈ സ്റ്റെപ്പ് പോലെ ഇക്വേഷൻസ് ആണ്. അത് പഠിക്കാൻ ജനറൽ ആയിട്ട് ഞാൻ ഒരു കോഡ് പഠിപ്പിച്ചു തരാം. ആ കോഡ് കാണാപ്പാടം പഠിക്കുക. ആ കോഡ് കാണാപ്പാടം പഠിച്ചു കഴിയുമ്പോൾ ബാക്കി സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്നത് എളുപ്പം. ഓക്കെ, ആ കോഡ് ഇങ്ങനെയാണ് വരുന്നത്. ഫെക്രോ നാക്കോ. ഓക്കെ, ഫെക്രോ നാക്കോ. ഓക്കെ, ഈ ഫെക്രോ നാക്കോക്ക് കൂടെ H2SO4ഉം അതുപോലെ തന്നെ KCl ആഡ് ചെയ്യണം. ഇത് ഇമ്പോർട്ടന്റ് കോഡാണ്, ഇത് പഠിച്ചു വയ്ക്കുക. ഇനി ഇതിൽ ചില കാര്യങ്ങൾ എഴുതണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 എന്ന് എഴുതണം, അതുപോലെ തന്നെ 4 എന്ന് എഴുതണം. ഓക്കെ, ഈ ഓൾറെഡി 4. അതുപോലെ ഇവിടെ 2 എന്ന് എഴുതണം, അതുപോലെ 3 എന്ന് എഴുതണം. ഇവിടെ 2 4, ഇവിടെ 2 3. ഓക്കെ, ഇവിടെ ഓക്കെ 2 4 2 3. ഓക്കെ, ഇങ്ങനെയാണ് എഴുതാൻ. ഇത് ഇങ്ങനെ വർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ കടന്ന് എഴുതാം, അതായത് FeCr2O4. ഓക്കെ, പ്ലസ് ഇത് എഴുതാം NaCO. ഇവിടെ 2 ഉണ്ട്, ആ 2 ആണ് 2CO3 പ്ലസ് ഇവിടെ OH ഉണ്ട്, അത് ഞാൻ ചെയ്യാം പ്ലസ് O2 ഗീവ്സ് ഈ Na2 നെ ഇത് ഇവിടെ എഴുതാം, ഈ Feക്ക് പറയാം. ഓക്കെ, Na2Cr O4. ഓക്കെ, ഈ 2 വേണ്ട, ഇവിടെ നമ്മൾ ഓൾറെഡി 2 കൊണ്ടുവരും. ഈ 2 വേണ്ട, Na2Cr O4. ഈ 2 വേണ്ട, ബാക്കി Na2Cr O4. ഇനി Na2Cr O4 ഈ പറഞ്ഞ H2SO4 ആഡ് ചെയ്യാം, H2SO4 ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഓൾറെഡി പഠിച്ച ജനറൽ ഫോർമുല ഉണ്ടല്ലോ, ആ സംഭവം ആവും. അവിടെ Na2 എന്ന് മാത്രം, അതായത് Na2Cr2O7. ഓക്കെ, ഇനി Na2Cr2O7 നമ്മൾ ഈ അവസാനത്തെ KCl ആഡ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? K2Cr2O7 ആവും. ഓക്കെ, കംപ്ലീറ്റ്. ഓക്കെ, അങ്ങനെയാണ് ജനറൽ ബൈ പ്രൊഡക്ട്സ് വേണമെന്ന് നിർബന്ധമില്ല. ബൈ പ്രൊഡക്ട്സ് വലിയ പ്രാധാന്യമില്ല, എന്നാലും അറിയിക്കാം അത്രേ ഉള്ളൂ. ഓക്കെ, ടെസ്റ്റിലുണ്ട് ഈ പറഞ്ഞ ഇത്രയെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ഈ കോഡ് ഞാൻ ഒന്നും കൂടെ. ഓക്കെ, ഇവിടെ ശരിയല്ല ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യാം. ഫെർക്കോ നാക്കോ അതിലോട്ട് H2SO4ഉം അതുപോലെ KCl ആഡ് ചെയ്യണം. ഇവിടെ 2ഉം ഇവിടെ 4ഉം ഇവിടെ 2ഉം ഇവിടെ 3ഉം. ഓക്കെ, 2 4 2 3. നമ്മൾ ഈ മോലാലിന്റെ കാർബൺ നമ്പർ 2255. അതുപോലെ 2 4 2 3. ഓക്കെ, ഈ സ്റ്റെപ്പുകൾക്ക് പേരുണ്ട്. നമ്മൾ എഴുതുമ്പോൾ ഇതിന്റെ പേരും കൂടെ കൂടെ എഴുതണം. ആദ്യത്തെ സ്റ്റെപ്പിന്റെ പേര് പറഞ്ഞാൽ കൺവേർഷൻ ഓഫ് ക്രോമേറ്റ് ഓർ. നമുക്കറിയാം ക്രോമേറ്റ് ഓർ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കൺവേർഷൻ ഓഫ് ക്രോമേറ്റ് ഓർ ഇൻടു സോഡിയം ക്രോമേറ്റ്. സോഡിയം എന്നെ സോഡിയം, അപ്പോൾ സോഡിയം ക്രോമേറ്റ്. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആസിഡിഫിക്കേഷൻ ഓഫ് സോഡിയം ക്രോമേറ്റ്. ഓക്കെ, ആസിഡിഫിക്കേഷൻ ഓഫ് സോഡിയം ക്രോമേറ്റ് ഇൻടു സോഡിയം ഡൈക്രോമേറ്റ്. ഇങ്ങനെ എഴുതുന്നതിന് പ്രത്യേക മാർക്കുണ്ട്. ബൈ പ്രൊഡക്റ്റ് പഠിച്ചതിനേക്കാളും ഇങ്ങനെ വലിച്ചു എഴുതാൻ പറ്റും. ഓക്കെ, ഇനി സോഡിയം ഡൈക്രോമേറ്റ് ഇൻടു പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ഓക്കെ, കൺവേർഷൻ ഓഫ് സോഡിയം ഡൈക്രോമേറ്റ് ഇൻടു പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ഇത് ബാലൻസ് ചെയ്ത് എഴുതാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, ഇനി ഈ പ്രോപ്പർട്ടീസ് പഠിക്കുന്നത് എന്നുവെച്ചാൽ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഫോർമുല ഫെക്രോ നാക്കോ എന്ന് പഠിച്ചു പോകും. H2SO4 KCl ആഡ് ചെയ്യണം. ഇത് പഠിച്ചിട്ട് ഈ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ എഴുതി വെച്ചാൽ തന്നെ മാർക്ക് കിട്ടും. പ്രോപ്പർട്ടീസ് ഓഫ് K2Cr2O7. ഇതിന്റെ യൂസസ് ആദ്യം പഠിക്കണം. നമ്മൾ ഈ K2Cr2O7 ഉപയോഗിക്കുന്നത് ഫോട്ടോഗ്രാഫി ഉപയോഗിക്കും. ഫോട്ടോഗ്രാഫിയിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹാർഡനിങ് ജെലാറ്റിൻ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് മേക്കിംഗ് ക്രോമേറ്റ് കോമ്പൗണ്ട്സ്. കാരണം ക്രോമേറ്റ് ഓൾറെഡി ഉണ്ടല്ലോ ഡൈക്രോമേറ്റ് എന്ന് പറയുമ്പോൾ, അപ്പോൾ മേക്കിംഗ് ക്രോമേറ്റ് കോമ്പൗണ്ട്സ്. പിന്നെ മെയിൻ സംഭവമാണ് വോളിയോമെട്രിക് അനാലിസിസ്. പിന്നെ ഈ പറയുന്ന പൊട്ടാസ്യം ഡൈക്രോമേറ്റിന് ഓക്സിഡൈസിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഒരു ഗുഡ് ഓക്സിഡൈസിംഗ് ഏജന്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഓക്സിഡൈസിംഗ് പ്രോപ്പർട്ടി ഞാൻ വർക്കാവുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ K2Cr2O7 H2SO4 വീണ്ടും അറിയാം 4H2SO4. അപ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ H2 പകരം K2. ഓക്കെ, K2SO4 പ്ലസ് ഈ Cr2SO4 കൂടി തരും. കാരണം 4 ഉണ്ട്. ഓക്കെ, അപ്പോൾ Cr2SO4 3 ബാക്കി 3 ഒരെണ്ണം പോയി ബാക്കി 3 അപ്പോൾ ടോട്ടൽ 4 പ്ലസ് 4H2O പ്ലസ് 3O. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. ഈ ഓക്സിഡൈസിംഗ് പ്രോപ്പർട്ടി എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈഡ്രജൻ സൾഫൈഡിനെ സൾഫർ ആക്കാൻ ഈ പറഞ്ഞ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് സഹായിക്കും. അതിന് ഇക്വേഷൻ പഠിച്ചു വെച്ചോ, വളരെ എളുപ്പമാണ്. നമ്മൾ പഠിച്ചത് ഓൾറെഡി എന്താണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഇക്വേഷൻ അറിയാം, K2Cr7O4. ഓക്കെ, K2Cr2O7. ഇനി അതിലോട്ട് ഹൈഡ്രജൻ സൾഫൈഡ് ആഡ് ചെയ്യാം. ഹൈഡ്രജൻ സൾഫൈഡ് ഇക്വേഷൻ H2SO4 ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിൽ കൂടെ H2S കൂടെ ആഡ് ചെയ്യാം. H2S. ഓക്കെ, H2S ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കും അത് K2SO4 ആവും. നേരത്തെ ജനറൽ ഇക്വേഷൻ അതിൽ നമ്മൾ ഹൈഡ്രജൻ സൾഫൈഡ് സൾഫർ ഇക്വേഷൻ എഴുതുന്നത് K2SO4 ആവും. ഇനി സംഭവം തന്നെ. ഓക്കെ, Cr2SO4 3O. ഓക്കെ, പിന്നെ 7H2O പ്ലസ് 3S. ഇവിടെ ഓക്കി വരും, ഇവിടെ സൗ മാത്രം. ഓക്കെ, പിന്നെ ഇത് ഫെറസ് സാൾട്ടിനെ ഫെറിക് സാൾട്ട് ആക്കാൻ സഹായിക്കും. ഫെറിക് സാൾട്ട് അതിന്റെ സിംഗിളാണ് K2Cr2O7 പ്ലസ് H2SO4 പ്ലസ് ഫെറസ് സാൾട്ട് ഇൻഡിക്കേഷൻ FeSO4 gives K2SO4. നേരത്തെ അതേ ജനറൽ ഇക്വേഷൻ K2SO4 പ്ലസ് Cr2SO4 3 പ്ലസ് 3FeSO4 3. ഓക്കെ, ഇതാണ് എവിടെയും വ്യത്യാസം വരുന്നത്. നേരത്തെ ഇത് 3S ആയിരുന്നു, അതിന് മുമ്പ് 3O ആയിരുന്നു. ഇവിടെ FeSO4 3 ആയി. ഓക്കെ, 7H2O. ഓക്കെ,
അപ്പോൾ നിങ്ങൾ കഴിക്കുക ഹൈഡ്രജൻ സൾഫൈഡിനെ സൾഫർ ആക്കുന്നു, ഫെറിക് സാൾട്ടിനെ ഫെറിക് സാൾട്ട് ആക്കുന്നു പഠിക്കുക. അതുപോലെ തന്നെ ഫെറസ് സാൾട്ടിന്റെ ഇക്വേഷൻ പഠിക്കുക, ഫെറിക് സാൾട്ടിന്റെ ഇക്വേഷൻ പഠിക്കുക. അതുപോലെ സൾഫർ ഹൈഡ്രജൻ സൾഫൈഡ് H2S ഇതായിരിക്കും ഏറ്റവും എളുപ്പം. ഇപ്പോൾ എക്സാമ്പിൾ ആണ് ചോദിച്ചെങ്കിൽ ഇതായിട്ട് എഴുതാൻ എളുപ്പം. H2S എഴുതാൻ പോലെ H2S എന്താക്കും, വെറും S ആക്കും. ഓക്കെ, സൾഫർ ആക്കും. H2S ഹൈഡ്രജൻ സൾഫൈഡിനെ സൾഫർ ആക്കും. ഇതാണ് ഏറ്റവും എളുപ്പമുള്ളതും പഠിക്കാൻ ഈസി ആയിട്ടുള്ള എക്സാമ്പിൾ. ഓക്കെ, H2S ആഡ് ചെയ്താൽ അതിനെ ഓക്സിഡൈസിംഗ് പ്രോപ്പർട്ടി കാണിക്കാം. ഇത് വേറെ എക്സാമ്പിളുകളാണ് ബാക്കിയാണ്. ഓക്കെ, ഇനി പഠിക്കേണ്ട ഒരു പ്രത്യേകതയാണ് ഈ പറയുന്ന പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉണ്ടല്ലോ, അതിലെ ഈ ഡൈക്രോമേറ്റ് അയണിനെ അതിന്റെ കളർ കിട്ടാൻ പഠിച്ചോ. അതിന്റെ കളർ ഓറഞ്ച് ആണ്. ഈ ഡൈക്രോമേറ്റ് അയണിനെ ആൽക്കലൈൻ സൊല്യൂഷനിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ക്രോമേറ്റ് അയണായിട്ട് മാറും. അതിന്റെ കളർ യെല്ലോ ആണ്. ഇനി ഇതിന്റെ സ്ട്രക്ചർ പഠിക്കണം. ക്രോമേറ്റ് അയണിന്റെ സ്ട്രക്ചർ എന്തെങ്കിലും ചെയ്യണം. ക്രോമേറ്റ് ആദ്യം എഴുതാം, എന്നിട്ട് ആദ്യം തന്നെ ഇതിന് 2 പെട്ടിക്കടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ മുകളിൽ 2 മൈനസ് കൊടുക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് 3 വരെ ഉണ്ട് ചലന്തി പോലെ ഇവിടെ O മുകളിലേക്ക് O. ഓക്കെ, ഇതാണ് ക്രോമേറ്റ് അയണിന്റെ സ്ട്രക്ചർ. ക്രോമേറ്റ് അയൺ. ഇനി ഡൈക്രോമേറ്റിന്റെ സ്ട്രക്ചർ പോലെ തന്നെ പെട്ടി വരയ്ക്കുക. 2 മൈനസ് പുറത്തിടാം, ഒരു O വരയ്ക്കുക, ഇങ്ങോട്ട് ഒരു O, ഇവിടേക്ക് ഒരു CR ക്രോമേറ്റ് അയൺ. ഇനി 3 വരെ അങ്ങോട്ട്. ഓക്കെ, O പിന്നെ അങ്ങോട്ടും O. ഇതിന്റെ സ്ട്രക്ചർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കണം. ഇത് ഡൈക്രോമേറ്റ് അയൺ. അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് KMnO4. ഓക്കെ, പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഈ പറയുന്ന ഡി ബ്ലോക്ക് എലമെന്റിലെ രണ്ടാമത്തെ സാൾട്ടാണ്. ഇത് കെമിസ്ട്രിയിൽ പഠിക്കാനുണ്ട് ലാബിൽ. ഇപ്പം ഇതിന്റെ പ്രിപ്പറേഷൻ ആണ് ഈ പറയുന്നത്. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പൈറോളുസൈറ്റിൽ നിന്നാണ്. അതെങ്ങനെ എഴുതാന്ന് വെച്ചാൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം പൈറോ ലു സൈറ്റ്. ഓക്കെ, പൈറോളുസൈറ്റ്. അത് ഇക്വേഷൻ MnO2 ഈ ഇവിടെ കിടക്കുന്നത് ഫോറിന് പകരം 2 എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഇതിന്റെ ജനറൽ ആയിട്ടുള്ള കോഡ് പറഞ്ഞുതരാം. ഈ സ്റ്റെപ്പ് ആയിട്ട് എഴുതണതിന്റെ കോഡ് 2MnO2. ഇത് രണ്ടെണ്ണം എടുക്കുക. 2MnO2 പ്ലസ് KOH പ്ലസ് ഇലക്ട്രോളിസിസ്. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് വിസ്തരിച്ച് എഴുതാന്ന് പറഞ്ഞുതരാം. ആദ്യം ഇത് എഴുതാം. ഇതും 2MnO2 പ്ലസ് KOH ഗീവ്സ് ഈ K ഇപ്പുറത്തേക്ക് എഴുതാം. 2 MN അവിടെ തന്നെ വേണം. MnO4 പ്ലസ് 2H2O. ഓക്കെ, ഈ K ഇവനെ കിട്ടി. ഓക്കെ, MN കിട്ടി. KMnO4. ഓക്കെ, 2K2 MnO4 പ്ലസ് H2O വെള്ളം. പിന്നെ ഇത് MnO4 എടുക്കാം. MnO4 2 മൈനസ് ഗീവ്സ് ഇലക്ട്രോളിസിസ് MnO4 ഈ സംഭവം MnO4 മൈനസ്. ഓക്കെ, ഇതിൽ പ്രധാനപ്പെട്ടത് ഈ MnO4 ആണ്. ഓക്കെ, MnO4 2 മൈനസിനെ MnO4 മൈനസ് ആക്കി. ഇത് മാഗ്നേറ്റ് അയണാണ്. പെർമാഗ്നേറ്റ് അയണാക്കി. ഓക്കെ, അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് KMnO4. KMnO4ന്റെ കളർ ആദ്യം പഠിക്കാം. ഇതിന്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർപ്പിൾ ആണ്, അഥവാ ഡാർക്ക് വയലറ്റ്. ഇത് വാട്ടറിൽ സ്പെയറിംഗ്ലി സോളിബിൾ ആണ്. ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കാം. ഇത് യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്ലീച്ചിങ് ഉപയോഗിക്കും. പിന്നെ ഇതൊരു ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അത് 2 സാൾട്ടിലായതോടെ രണ്ടും ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. പിന്നെ വോളിമെട്രിക് അനാലിസിസിന് ഉപയോഗിക്കും. മിനിമം ഒരു 3 എണ്ണെങ്കിലും എക്സാമിന് പഠിക്കണം. ഓക്കെ, ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, കാരണം ഡി ബ്ലോക്ക് എലമെന്റ് ആയതുകൊണ്ട്. ഇനി ഇതിന്റെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി പഠിക്കണം. KMnO4 എന്തിനാണ് ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ H2S S ആക്കി, ഹൈഡ്രജൻ സൾഫൈഡിനെ സൾഫർ ആക്കി, അതുകൂടി ഉപയോഗിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിന്റെ ജനറൽ ഇക്വേഷൻ എഴുതാം. KMnO4 രണ്ടെണ്ണം എടുക്കാം. 2KMnO4 പ്ലസ് H2SO4 എഴുതാം. 3H2SO4 പ്ലസ് 5H2S ആഡ് ചെയ്യാം. H2S gives K2SO4 SO4 ഇങ്ങോട്ട് ചാടി K2SO4 പ്ലസ് 2MnSO4 പ്ലസ് 5S പ്ലസ് 8H2O. ഈ 8 ഇതൊന്നും നിർബന്ധമില്ല, പക്ഷേ S നിർബന്ധമായിട്ടാണ്. ഇതാണ് നമ്മുടെ കഥയിലെ താരം. ഓക്കെ, ഇനി അതുപോലെ തന്നെ പൊട്ടാസ്യം അയഡൈഡിനെ അയഡിൻ ആക്കാൻ ഉപയോഗിക്കും, I2 ആക്കാൻ ഉപയോഗിക്കും. അതിന്റെ ഇക്വേഷൻ സിമിലർ ആണ്. ഇതിൽ ഈ സംഭവത്തിന് പകരം ഈ KI ആഡ് ചെയ്താൽ മതി. 2KMnO4 പ്ലസ് 3H2SO4 ഇവിടെ 8 H2SO4 പ്ലസ് KI 10 എണ്ണം ബാലൻസ് ചെയ്യാം 8 എണ്ണത്തിന്. ഓക്കെ, ഗീവ്സ് K2SO4 പ്ലസ് 2MnSO4 പ്ലസ് 5I2 അതേ താരം 5I2 പ്ലസ് 8H2O. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി വരുന്നത്. ഇനി പഠിക്കാനുള്ളത് ഇതിന്റെ സ്ട്രക്ചർ ആണ്. ഇതിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് MnO4 ഉണ്ട് 2 മൈനസ്, അതുപോലെ തന്നെ MnO4 ഉണ്ട് 1 മൈനസ് 1. ഓക്കെ, ഇത് രണ്ടിന്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. Mn ആദ്യം വയ്ക്കുക. 4 O2 ഉണ്ട്. 4 O2 എന്ന് പറയുമ്പോൾ 1 2 3 4. ഇനി ഡബിൾ ബോണ്ട് വരണം രണ്ടെണ്ണത്തിൽ. ഓക്കെ, ഇനി O2 ഇടുക. പോലെ O. ഓക്കെ, ഇതിൽ രണ്ടെണ്ണം നെഗറ്റീവ് ചാർജ് ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ടെട്രാഹിഡ്രൽ മാഗ്നേറ്റ്. ഇതിന്റെ കളർ ഗ്രീൻ ആണ്, ഗ്രീൻ പച്ച. ഓക്കെ, ഇനി MnO4 മൈനസ് 1 അത് വയ്ക്കാൻ ഇങ്ങനെ വെച്ചാൽ മതി. Mn 4 എണ്ണം വരച്ചു, 2 എണ്ണം ഡബിൾ ബോണ്ട്. ഇതിൽ മൂന്നാമതൊരെണ്ണം ഡബിൾ ബോണ്ട് ആയിരിക്കും. ഓക്കെ, പിന്നെ വട വെച്ച് കൊടുക്കുക. വട പിന്നെ ഇവിടെയും വട. ഓക്കെ, ഇവിടെ മൈനസ് ചാർജ് ഒരെണ്ണത്തിൽ, കാരണം ബാക്കിയെല്ലാം ഡബിൾ ബോണ്ട് ആയല്ലോ. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയാ, ടെട്രാഹിഡ്രൽ പെർമാഗ്നേറ്റ് അയൺ. ഇതിന്റെ കളർ പർപ്പിൾ ആണ്, പർപ്പിൾ.
ഓക്കെ, എന്ത് നല്ല പേരല്ലേ. അപ്പോൾ നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ കഥ കഴിഞ്ഞു. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അപ്പോൾ എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലും എഫ് ബ്ലോക്ക് എലമെന്റ്സ് നമ്മൾ ആ പീരിയോഡിക് ടേബിളിന്റെ താഴ്ഭാഗത്ത് 2 പേര് കൊടുത്തതാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയാം. അത് ലാന്തനൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആക്ടിനൈറ്റ്സ് ഉണ്ട്. എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 14ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് ആണ്, പീരിയഡിൽ വരുന്ന എലമെന്റ്സ്. അത് ലാന്തനൈറ്റ്സ് എന്ന് പറയും, ആക്ടിനൈറ്റ്സ് എന്ന് പറയും. എന്താണ് ലാന്തനൈറ്റ്സ്? ലാന്തനൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഫ് ഓർബിറ്റൽ 4f ഓർബിറ്റൽ ഫിൽ ചെയ്യുന്നത് ദ സീരീസ് ഇൻവോൾവിംഗ് ദ ഫില്ലിംഗ് ഓഫ് 4f ഓർബിറ്റൽസ് ഫോളോയിങ് ലാന്തനം. ലാന്തനത്തിൽ നിന്നാണ് ഇതിന്റെ തുടക്കം. ലാന്തനം ഈസ് കോൾഡ് ആസ് ലാന്തനൈറ്റ്സ്. ഓക്കെ, ഇത് എവിടെയാണ് ഫിൽ ആവുക വെച്ച് കഴിഞ്ഞാൽ ആന്റി പെനൾട്ടിമേറ്റ് ഷെൽ. പെനൾട്ടിമേറ്റ് ഷെല്ലിന്റെ ആന്റിയുടെ ഭാഗത്താണ് ഇത് ഫിൽ ചെയ്യുക. ഓക്കെ, ഐ മീൻ ആന്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് ഇത് ഫിൽ ചെയ്യുക. പിന്നെ ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ ലാന്തനൈറ്റ്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരാം +3 ആണ്. ഓക്കെ, +3. അതുപോലെ തന്നെ ലാന്തനൈറ്റ്സിലെ 2 പ്രത്യേക ആൾക്കാരുണ്ട്. അവരുടെ പേരാണ് സെറിയം ആൻഡ് ടെർബിയം. ഈ 2 ആൾക്കാർ ചില ആൾക്കാരല്ല, ഇവർ കൊണ്ടുവരുവാണ്. ഇവർ +4 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിച്ചിരിക്കുക. ബാക്കി ലാന്തനൈറ്റ്സ് എല്ലാം ഗ്രൂപ്പ് 14 എലമെന്റ്സ് എല്ലാം +3 ആണ് കാണിക്കുക. ഇവ മാത്രം +4 കാണിക്കും. ഈ ലാന്തനൈറ്റ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡെഫിനിഷൻ തന്നെ പഠിക്കാനുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും പരീക്ഷയ്ക്ക് ഒരു ഭാഗമാണ് ലാന്തനൈറ്റ് കോൺട്രാക്ഷൻ. ഈ ചാപ്റ്ററിലെ ഏറ്റവും വലിയ ഭാഗമാണ് ലാന്തനൈറ്റ് കോൺട്രാക്ഷൻ, പിന്നെ ഡയഗ്രംസ് ഒക്കെ. അപ്പോൾ ലാന്തനൈറ്റ് കോൺട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ ആൻഡ് സ്റ്റഡി ഡിക്രീസ് ഇൻ ആറ്റോമിക് റേഡിയായി വിത്ത് ഇൻക്രീസ് ഇൻ ആറ്റോമിക് നമ്പർ ആസ് വി മൂവ് ഫ്രം സെറിയം ടു ലുട്ടീറ്റം ഈസ് കോൾഡ് ആസ് ലാന്തനൈറ്റ് കോൺട്രാക്ഷൻ. അതായത് ഈ ആറ്റോമിക് റേഡിയസ് നമുക്കറിയാലോ, ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ ഇലക്ട്രോൺസ് പോകുന്നു. ഇതിന്റെ ചുറ്റുമുള്ള ആ ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസിനാണ് നമ്മൾ റേഡിയസ് പറയാം. ഈ റേഡിയസ് ഡിക്രീസ് ആവും, ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ഡിക്രീസ്. ഓക്കെ, വിത്ത് ഇൻക്രീസ് ഇൻ ആറ്റോമിക് നമ്പർ. ആറ്റോമിക് നമ്പർ കൂടുമ്പോൾ പറയുന്ന ആറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യണം? കുറയണം. അതിന് കാരണം എന്താ? ഇത് ന്യൂക്ലിയസിനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. നമ്മൾ ഇലക്ട്രോൺസ് കൂട്ടിയിടുന്നതോറും ആറ്റോമിക് റേഡിയസ് കുറഞ്ഞു വരുന്ന ലാന്തനോയിഡ്സിൽ കാണുന്ന ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ എന്താ പറയുക? ലാന്തനൈറ്റ് കോൺട്രാക്ഷൻ. ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസസ് ആൻഡ് കോൺസിക്വൻസസ് എന്ന രീതിയിൽ പഠിക്കാം. കോസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുവർ സ്ക്രീനിങ് എഫക്ട് ഓഫ് 4f ഇലക്ട്രോൺ. പിന്നെ അതിന് കാരണം ഈ 4f ഇലക്ട്രോണിന്റെ ഷേപ്പ് ഉണ്ടല്ലോ ഭയങ്കര ഡിഫ്യൂസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ പറയുന്ന പുവർ സ്ക്രീനിങ് എഫക്ട് വരാൻ കാരണം. പിന്നെ അട്രാക്ഷൻ ഓഫ് ന്യൂക്ലിയസ് ഫോർ ദ ഇലക്ട്രോൺ ഇൻ ഔട്ടർമോസ്റ്റ് ഷെൽ ഇൻക്രീസസ്. ഈ ഇതാണ് ന്യൂക്ലിയസ് എന്നുണ്ടെങ്കിൽ അറ്റത്തെ ഇലക്ട്രോൺ വരെ നല്ല രീതിയിൽ എന്ത് ചെയ്യും? ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഇൻക്രീസ് ഇൻ ആറ്റോമിക് നമ്പർ വിൽ മേക്ക് ഇലക്ട്രോൺ ക്ലൗഡ് ഷ്രിങ്ക്. നമുക്കറിയാം ഇതൊരു മേഘപടലം പോലെയാണ്. എന്നുവെച്ചാൽ ഇത് കൃത്യം ഇന്ന സ്ഥലത്താണല്ല, ഒരു പാർട്ടിക്കുലർ ഏരിയയിൽ വ്യാപിച്ചു കിടക്കാണ്. ആ സംഭവം സ്വിംഗ് ചെയ്യും, അതായത് ന്യൂക്ലിയസിന്റെ അടുത്തോട്ട് വരും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ലാന്തനൈറ്റിന്റെ സൈസ് ഡിക്രീസ് ആവും. ഇതിനാണ് നമ്മൾ ലാന്തനൈറ്റ് കോൺട്രാക്ഷൻ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സാധനം അത് ഡി ബ്ലോക്കിൽ പറയുന്നത് ഇത് ലാന്തനൈറ്റ്സിൽ പറയുന്നത്, ഇതിന് ലാന്തനൈറ്റ് കോൺട്രാക്ഷൻ പറയുന്നു. രണ്ട് കാരണങ്ങളാണുള്ളത്, പുവർ സ്ക്രീനിങ് എഫക്റ്റും അതുപോലെ തന്നെ അട്രാക്ഷൻ ഓഫ് ന്യൂക്ലിയസ് ഫോർ ദ ഇലക്ട്രോൺ ഇൻ ഔട്ടർമോസ്റ്റ് ഷെൽ. ഓക്കെ, ഇനി കോൺസിക്വൻസസ്. ഇത് കാരണം എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാന്തനൈറ്റ് കോൺട്രാക്ഷൻ ദ സെക്കൻഡ് ആൻഡ് തേർഡ് റോ ഓഫ് ട്രാൻസിഷൻ സീരീസ് എലമെന്റ്സ് ഹാവ് സിമിലർ റേഡിയായി. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ആൻഡ് തേർഡ് റോ ട്രാൻസിഷൻ സീരീസ് ഹാവ് സിമിലർ റേഡിയായി. അതുപോലെ തന്നെ ലാന്തനൈറ്റ്സ് ഹാവ് സിമിലർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് occurs together in nature. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഐസൊലേഷൻ ഈസ് ഡിഫിക്കൽട്ട്. സംഭവം എന്തിനാ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സൈസ് കുറയുമ്പോൾ ഏകദേശം എല്ലാത്തിനും ഒരേ സൈസ് തന്നെ വരില്ലേ. അപ്പോൾ ഇത് കൂട്ടത്തോടെയാണ് ഓടി നടക്കുക, ഗ്യാങ് ആയിട്ടാണ് നടക്കുക. ഓക്കെ, ഗ്യാങ് ആയിട്ട് വരുന്ന ഗ്യാങ്സ്റ്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൂട്ടത്തോടെ നടക്കുന്നുണ്ട് ഇവനെ പിടിക്കാൻ കുഴപ്പമില്ല. ഓക്കെ, പിടിക്കാൻ പുള്ളിയാണ് ഈ പറയുന്ന എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, പിന്നത്തെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, അതായത് ബേസിക് ക്യാരക്ടേഴ്സ് ഓഫ് ഹൈഡ്രോക്സൈഡ് ഡിക്രീസസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാമ്പിൾ കാണുക, ലാന്തനം ആണോ അതോ ലുട്ടീറ്റം ആണോ കൂടുതൽ ബേസിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ കാരണം ലാന്തനമാണ് കൂടുതൽ ബേസിക്. ഓക്കെ, കാരണം ഇതിനാണ് കുറച്ചുകൂടി സൈസ് കൂടുതൽ, അസിഡിക് ആവുന്നത് സൈസ് കുറഞ്ഞു വരുമ്പോൾ. ഓക്കെ, ലാന്തനമായിരിക്കും കൂടുതൽ ബേസിക്. അതിന് എക്സാമ്പിൾ പറഞ്ഞുതരാം. LaOH3 ഈസ് മോർ ബേസിക് ദാൻ LuOH3. ഓക്കെ, മോർ ബേസിക്, അതാണ് അതിന്റെ എക്സാമ്പിൾ. ഇനി ലാന്തനൈറ്റ്സ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് കൂടെ പഠിക്കണം. ഈ മിഷൻ മെറ്റൽസ് വെച്ച് നമ്മൾ ഇഗ്നിഷൻ ഡിവൈസ് ഉണ്ടാക്കും. ഇഗ്നിഷൻ ഡിവൈസ് അതായത് ലൈറ്റർ ഉണ്ടല്ലോ. ഓക്കെ, ആ സംഭവം ഉണ്ടാക്കുന്നത് ഈ പറയുന്ന എഫ് ബ്ലോക്കിലെ എലമെന്റ്സ് വെച്ചാണ്. ഓക്കെ, ലൈറ്റർ ഇഗ്നിഷൻ ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് ഉപയോഗിക്കില്ലേ, തീ കത്തിക്കുക, ഗ്യാസ് സ്റ്റവ് കത്തിക്കുക, ലൈറ്റർ. ആ സംഭവം ഇത് വെച്ച് ഞാൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, ലൈറ്റർ. ഇതിന്റെ പ്രത്യേകത ഹൈഡ്രോഫോബിക് ആയിരിക്കും. പിന്നെ ലാന്തനൈറ്റ്സ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കാറ്റലിസ്റ്റ് ഇൻ പെട്രോളിയം ഇൻഡസ്ട്രി. അതായത് പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്തൊക്കെ ഈ പറയുന്ന കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ ലാന്തനോയിഡ്സ് ഫോസ്ഫറസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ഇൻ EV സ്ക്രീൻ ആൻഡ് ഫ്ലൂറസെന്റിംഗ് സർഫസസ്. ഓക്കെ, പിന്നെ ഉപയോഗിക്കുന്നത് ജെറ്റ് എഞ്ചിൻസ് ഉണ്ടാക്കാനാണ്. ഇത് ജെറ്റ് എഞ്ചിൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് മാഗ്നീഷ്യം അലോയ്സ് ആണ്. ഓക്കെ, ഇത്രയും ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലെ ഏതെങ്കിലും 4 നമ്പർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ 4 നമ്പർ ഞാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അവസാന ഭാഗമായ ആക്ടിനൈറ്റ്സ് ചെയ്യാം. ആക്ടിനൈറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ആക്ടിനൈറ്റ്സിന്റെ ജനറൽ ഫോർമുല അറിയിക്കണം. ആക്ടിനൈറ്റ്സിന്റെ ജനറൽ ഫോർമുല എന്നത് N-2 F1 to 14 N-1 D0 to 1 NS2. ഓക്കെ, ഇതാണ് ആക്ടിനൈറ്റ്സിന്റെ ജനറൽ കോൺഫിഗറേഷൻ. ഇനി ആക്ടിനൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5f ഓർബിറ്റൽസിനെ ഫിൽ ചെയ്യുന്നതായിരിക്കും ആക്ടിനൈറ്റ്സ്. ആക്ടിനൈറ്റ്സിന്റെ തുടക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിനം തൊട്ട് അങ്ങോട്ട് 5f ഓർബിറ്റൽസ് ഫിൽ ചെയ്യുന്ന എല്ലാം എന്താണ്? ആക്ടിനൈറ്റ്സ് ആണ്. ഓക്കെ, അത് എവിടെ വരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോറിയം തൊട്ട് ലവനീഷ്യം വരെയാണ്. ആറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ തോറിന്റെ 90 ആണ്, പിന്നെ ലവനീഷ്യം 100 ആണ്. Z = 100. ഓക്കെ,
ഇത് ജസ്റ്റ് അറിഞ്ഞാൽ മതി, ഇതൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. പിന്നെ ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ പറ്റില്ല. ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് +3 ആണ്. നേരത്തെ ലാംഗ്നിനൈസിൻ പറയുമ്പോൾ +3 തന്നെയാണ്. പിന്നെ ഇത് +3 മാത്രമല്ല, +4 +5 +6 അതൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ആക്ടിനൈഡ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ്, റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ്. പിന്നെ ആക്ടിനൈഡ്സിൽ യുറാനിയം കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ആഫ്റ്റർ യുറാനിയം ബാക്കിയെല്ലാം എന്താണ് മാൻമെയ്ഡ് ആണ്. ആഫ്റ്റർ വേണ്ട, ബിയോണ്ട് യുറാനിയം എവരിത്തിങ് ഈസ് മാൻമെയ്ഡ്. ഓക്കെ, പിന്നെ ഇത് ന്യൂക്ലിയർ കെമിക്കൽ മെത്തേഡ് വഴിയാണ് ഈ പറയുന്ന ബാക്കിയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. മാൻമെയ്ഡ് ആയിട്ടുള്ള അൺസ്റ്റേബിൾ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് ഈ പറയുന്ന ആക്ടിനൈഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് അധികം നേരമൊന്നും നിലനിൽക്കില്ല, എക്സ്പെരിമെന്റലി ലാബോറട്ടറീസിൽ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ. ഈ ആക്ടിനോയിഡ് കോൺട്രാക്ഷനും ലാനോയിഡ് കോൺട്രാക്ഷനും ഏകദേശം സിമിലർ ആണ്. ആക്ടിനോയിഡ് കോൺട്രാക്ഷനെ പറ്റി ഒന്ന് മാറ്റി എഴുതിയാൽ മതി. ഇൻ ആക്ടിനൈഡ് സീരീസ് ആറ്റോമിക് ആൻഡ് അയോണിക് റേഡിയൈ ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇതിനാണ് പറയാ ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയാം. ഇനി ആക്ടിനോയിഡ്സിന്റെ കുറച്ച് യൂസസ് 3 പഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ തീരാണ്. ഇതിന്റെ യൂസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോറിയം, നമ്മുടെ തോറിനെ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫ്യൂവൽസ് ഉണ്ടാക്കാൻ, ഫ്യൂവൽ റോഡ്സ്. എവിടെ? ആറ്റോമിക് റിയാക്ടേഴ്സിൽ ഫ്യൂവൽ റോഡ് ഉണ്ടാക്കാൻ നമ്മൾ തോറിനെയാണ് ഉപയോഗിക്കുക. ഓക്കെ, ഗോഡ് ഓഫ് തണ്ടർ, യെസ്. ഇനി തോറിയം സാൾട്ട്, തോറിയം സാൾട്ട് എന്തിനാണ് ഉപയോഗിക്കുക? മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കും. എന്തില്? ക്യാൻസർ ട്രീറ്റ്മെന്റിൽ. പിന്നെ പ്ലൂട്ടോണിയം, കേട്ട് പരിചയമുള്ള പേര്. പ്ലൂട്ടോണിയം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആറ്റോമിക് റിയാക്ടറിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കും. അപ്പോൾ ചാപ്റ്റർ ഓവർ, മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.